ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്വിസെൻഡസ്. SSLC ഫിസിക്സ് എക്സാമിൻ്റെ മലയാളം മീഡിയം ആൻസർ കീയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ 9 ക്വസ്റ്റ്യൻസ് ഇതിനു മുൻപ് വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ ക്വസ്റ്റ്യൻ നമ്പർ 8 പറയാൻ വിട്ടുപോയിരുന്നു. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 8 നോക്കാം. 52 ഡിഗ്രി പതനകോണിൽ ജലത്തിൽ നിന്ന് വായുവിലേക്ക് പതിക്കുന്ന പ്രകാശരശ്മി അപവർത്തനത്തിന് വിധേയമാകുന്നില്ല. എന്തുകൊണ്ട്? ഇതിന്റെ ഉത്തരം വരിക തന്നിരിക്കുന്ന പതനകോൺ 52 ഡിഗ്രിയാണ്. ഇത് സാന്ദ്രത കൂടിയ മാധ്യമമായ വെള്ളത്തിന്റെ ക്രിറ്റിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലാണ്. വെള്ളത്തിന്റെ ക്രിറ്റിക്കൽ ആംഗിൾ 48.6 ഡിഗ്രിയാണ്. അപ്പോൾ തന്നിരിക്കുന്ന പതനകോൺ 48.6 ഡിഗ്രിയേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് പ്രകാശകിരണം പൂർണ്ണ ആന്തരിക പ്രതിഫലനം ചെയ്യുന്നു. ഇനി ബി പാർട്ട് നോക്കാം. ഇവിടെ അപവർത്തനം സാധ്യമാകുന്നതിന് അനുയോജ്യമായ ഒരു മാർഗം നിർദ്ദേശിക്കുക. പതനകോൺ 48.6 ഡിഗ്രിയിൽ താഴെയായാൽ മാത്രമേ ഇവിടെ അപവർത്തനം സാധ്യമാവുകയുള്ളൂ. അപ്പോൾ തന്നിരിക്കുന്ന പതനകോൺ 52 ഡിഗ്രി അല്ലാതെ 48.6 ഡിഗ്രിയിൽ താഴെയായാൽ അപവർത്തനം സാധ്യമാകും. ക്വസ്റ്റ്യൻ നമ്പർ 9 കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ 10 നോക്കാം. വൈദ്യുതോൽപാദനം വർദ്ധിപ്പിക്കാനായി സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിന് സർക്കാർ വലിയ പ്രോത്സാഹനം നൽകുന്നുണ്ടല്ലോ. ഊർജ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇതിന്റെ പ്രാധാന്യമെന്തെന്ന് വ്യക്തമാക്കുക. ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട പോയിന്റുകൾ: ആദ്യം ഊർജ പ്രതിസന്ധിയെ കുറിച്ച് എഴുതുക, അതിനുശേഷം സൗരോർജത്തിന്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എഴുതുക, പിന്നെ സൗരോർജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന മാർഗങ്ങൾ എഴുതുക. ഊർജ പ്രതിസന്ധിയെ കുറിച്ച് നമുക്ക് എന്തെഴുതാമെന്ന് നോക്കാം. ലോകം ഇന്ന് ഊർജ പ്രതിസന്ധി നേരിടുകയാണ്. അതിന്റെ പ്രധാന കാരണം കോൾ, എണ്ണ, പ്രകൃതിവാതകം പോലുള്ള ഊർജ സ്രോതസ്സുകളുടെ അമിത ഉപയോഗം ആണ്. ഇവ പുനരുപയോഗിക്കാനാകാത്തതിനാൽ കാലക്രമേണ ഇല്ലാതാകുന്നു. കൂടാതെ ഇവയുടെ ഉപയോഗം പരിസ്ഥിതി മലിനീകരണം സൃഷ്ടിക്കുന്നു. ഇനി നമുക്ക് സൗരോർജത്തിന്റെ ഗുണങ്ങൾ എഴുതാം. സൗരോർജം പുനരുപയോഗിക്കാൻ പറ്റുന്നതാണ്, അതുപോലെ പരിസ്ഥിതി സൗഹൃദമാണ്, ധാരാളമായി ലഭ്യമാണ്. ഇതൊക്കെയാണ് അതിലെഴുതേണ്ടത്. ഇനി സൗരോർജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന മാർഗങ്ങൾ. അതിൽ നമുക്ക് സോളാർ സെൽസ്, സൗര താപനിലയങ്ങൾ, അതുപോലെ സൗരോർജ ഉപകരണങ്ങൾ എന്നിവയെ കുറിച്ച് എഴുതാം. ക്വസ്റ്റ്യൻ നമ്പർ 11. 230 വോൾട്ടിൽ പ്രവർത്തിക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരു ഇലക്ട്രിക് ഹീറ്ററിന്റെ പ്രതിരോധം 690 ഓം ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ: ഒരു ഹീറ്റിംഗ് കോയിലിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തെല്ലാം? ഒരു ഹീറ്റിംഗ് കോയിലിന് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഉയർന്ന പ്രതിരോധം, അതുപോലെ ഉയർന്ന ദ്രവണാങ്കം, ദീർഘസമയം ചുവന്ന താപനിലയിൽ ഓക്സിഡൈസ് ആകാതെ നിലനിൽക്കാനുള്ള കഴിവ്. ഈ 3 പോയിന്റുകളാണ് അതിൽ എഴുതേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: ഈ ഹീറ്റർ 30 മിനിറ്റ് പ്രവർത്തിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപോർജം കണക്കാക്കുക. ഇതിന്റെ ആൻസർ നമുക്ക് ഒരു ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാം. H = V²T/R. ഈ ഒരു ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 1,38,000 ജൂൾ എന്ന് കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 12. 2 കോയിലുകൾ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു സർക്യൂട്ട് ഡയഗ്രമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിലൂടെ AC പ്രവഹിക്കുമ്പോൾ ബൾബ് പ്രകാശിക്കുന്നുണ്ട് എന്നും പറയുന്നു. എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുകയാണ്, ബൾബ് പ്രകാശിക്കുന്നത് എന്തുകൊണ്ട്? ബൾബ് പ്രകാശിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? മ്യൂച്വൽ ഇൻഡക്ഷൻ കാരണമാണ് ബൾബ് പ്രകാശിക്കുന്നത്. ആദ്യ കോയിലിനും രണ്ടാം കോയിലിനും ഇടയിൽ EMF ഉൽപാദനം സംഭവിക്കുന്നു. അതിനാലാണ് ബൾബ് പ്രകാശിക്കുന്നത്. ഇനി ഇതിന്റെ പാർട്ട് ബി നോക്കാം. സർക്യൂട്ടിലെ ഇൻഡക്ടറിൽ പച്ചിരുമ്പ് കോർ സ്ഥാപിച്ചാൽ ബൾബിന്റെ പ്രകാശ തീവ്രതയിൽ എന്ത് മാറ്റം ഉണ്ടാകും? വിശദീകരിക്കുക. പച്ചിരുമ്പ് കോർ അല്ലെങ്കിൽ സോഫ്റ്റ് അയൺ കോർ സ്ഥാപിച്ചാൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുക? ബൾബിന്റെ പ്രകാശ തീവ്രത കുറയുന്നു. ഇനി ഇതിന്റെ കാരണം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായിരിക്കും കാരണം? ഇൻഡക്ടറിൽ ഒരു പച്ചിരുമ്പ് കോയിൽ സ്ഥാപിക്കുമ്പോൾ കോയിലുമായി ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫ്ലക്സ് വർദ്ധിക്കുന്നു. അതിന്റെ ഫലമായി ബാക്ക് EMF കൂടുകയും അതിനാൽ ബൾബിന് ലഭിക്കുന്ന മൊത്തം വോൾട്ടേജ് കുറയുകയും ചെയ്യുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 13. വൈദ്യുതവാഹിയായ സോളിനോയിഡിന്റെ ചിത്രം നൽകിയിരിക്കുന്നു. നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം: ചിത്രം പകർത്തി വരച്ച് കമ്പിച്ചുരുളിലൂടെയുള്ള വൈദ്യുത പ്രവാഹ ദിശ അടയാളപ്പെടുത്തുക. വൈദ്യുത പ്രവാഹ ദിശ അടയാളപ്പെടുത്തിയിട്ടുള്ള ചിത്രമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിലെങ്ങനെയാണ് വൈദ്യുതി പോകുന്നത്? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് വൈദ്യുതി പ്രവഹിക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ ബി. സോളിനോയിഡിന്റെ ധ്രുവത തിരിച്ചറിഞ്ഞ് ഉത്തരധ്രുവം ചിത്രത്തിൽ അടയാളപ്പെടുത്തുക. ഉത്തരം സാധൂകരിക്കുക. അപ്പോൾ ഈ തന്നിരിക്കുന്ന ചിത്രത്തിൽ തന്നെ നമ്മൾ ഉത്തരധ്രുവം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതെങ്ങനെയാണ് അടയാളപ്പെടുത്തുക? നോർത്ത് അല്ലെങ്കിൽ ഉത്തരധ്രുവം എന്ന് വരുന്നത് ഒരു കോയിലിൽ അല്ലെങ്കിൽ കമ്പിച്ചുരുളിൽ കറന്റ് ആന്റി ക്ലോക്ക് വൈസ് ദിശയിൽ പ്രവേശിക്കുമ്പോൾ ആ ഭാഗത്താണ് ഉത്തരധ്രുവം വരിക. ക്വസ്റ്റ്യൻ നമ്പർ 14. വസ്തുക്കളുടെ പ്രതിബിംബ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കണ്ണിന്റെ ഘടനാചിത്രങ്ങൾ ശ്രദ്ധിക്കൂ.
എന്നിട്ട് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഇതിൽ ദീർഘദൃഷ്ടിയെ സൂചിപ്പിക്കുന്ന ചിത്രമേത്, എന്തുകൊണ്ട്? ഇതിൻ്റെ ഉത്തരം എന്താണ് വരിക? ഫിഗർ 2 ആണ് ദീർഘദൃഷ്ടിയെ സൂചിപ്പിക്കുന്ന ചിത്രം. എന്താണ് കാരണം? ദീർഘദൃഷ്ടിയുള്ളപ്പോൾ ദൃശ്യത്തിന്റെ പ്രതിബിംബം റെറ്റിനയ്ക്ക് പിന്നിലാണ് രൂപപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഫിഗർ 2 റെറ്റിനയ്ക്ക് പിന്നിൽ പ്രതിബിംബം രൂപപ്പെടുന്നത്. പാർട്ട് ബി, ദീർഘദൃഷ്ടി പരിഹരിക്കാനുള്ള മാർഗം എന്ത്? എന്താണ് മാർഗം? ഉചിതമായ ശക്തിയുള്ള കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുക. അങ്ങനെ നമ്മൾ കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുമ്പോൾ പ്രതിബിംബം റെറ്റിനയുടെ ശരിയായ സ്ഥാനത്ത് തന്നെ രൂപപ്പെടുന്നു. കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുക എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രം അതിലെഴുതിയാൽ മതി. ക്വസ്റ്റ്യൻ നമ്പർ 15. ജ്വലനം നടക്കുമ്പോൾ ധാരാളമായി താപം പുറത്തുവിടുന്നവയാണ് ഇന്ധനങ്ങൾ. ഓപ്ഷൻ എ, ഭാഗിക ജ്വലനത്തിന്റെ ന്യൂനതകൾ എന്തെല്ലാം? ഭാഗിക ജ്വലനം കൊണ്ടുള്ള ദോഷങ്ങളാണ് ഇതിൽ എഴുതേണ്ടത്. എന്തൊക്കെ പോയിന്റ്സ് എഴുതാം? അന്തരീക്ഷ മലിനീകരണം, ഇന്ധനത്തിന്റെ നഷ്ടം, വിഷമുള്ള വാതകങ്ങൾ ധാരാളമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഉദാഹരണമായിട്ട് കാർബൺ മോണോക്സൈഡ് പോലുള്ള വാതകങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അങ്ങനെയൊക്കെ എഴുതാം. പിന്നെ കൂടുതലായി പുകപടലങ്ങൾ രൂപപ്പെടുന്നു. അനാവശ്യമായി സമയവും പണവും നഷ്ടമാകുന്നു. ഇനി പാർട്ട് ബി, പൂർണ്ണ ജ്വലനത്തിന് അനുയോജ്യമായ ഘടകങ്ങൾ എന്തെല്ലാം? എന്തൊക്കെയാണ് പൂർണ്ണ ജ്വലനത്തിന് അനുയോജ്യമായ കാര്യങ്ങൾ? ഖര ഇന്ധനങ്ങൾ, അതായത് വിറക്, മരകഷ്ണങ്ങൾ തുടങ്ങിയവ ഉണങ്ങിയതായിരിക്കണം. തീരെ ഈർപ്പം പാടില്ല. നെക്സ്റ്റ് പോയിന്റ്, ദ്രാവക ഇന്ധനം എളുപ്പത്തിൽ ബാഷ്പീകരിക്കുന്നതായിരിക്കണം. അതുപോലെ മതിയായ ജ്വലന താപനില ഉണ്ടായിരിക്കണം. പിന്നെ മെയിനായിട്ടുള്ള പോയിന്റ് എന്താണ്? ജ്വലനത്തിന് മതിയായ ഓക്സിജൻ ലഭ്യമാകണം. ആവശ്യമായ ഓക്സിജൻ ഉണ്ടെങ്കിൽ മാത്രമേ പെട്ടെന്ന് കത്തുകയും പുകയില്ലാതിരിക്കുകയും ചെയ്യുകയുള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 16. നമുക്കൊരു ഡയഗ്രം തന്നിട്ടുണ്ട്. അത് വിശകലനം ചെയ്തിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, 65 ഓം പ്രതിരോധകത്തിൽ അനുഭവപ്പെടുന്ന വോൾട്ടത 230 വോൾട്ട് ആണ്. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? വിശദീകരിക്കുക. ഇതിന്റെ ഉത്തരം എന്താണ് വരിക? ഈ പ്രസ്താവനയോട് യോജിക്കുന്നില്ല. കാരണം എന്താണ്? 65 ഓം പ്രതിരോധകത്തിൽ അനുഭവപ്പെടുന്ന വോൾട്ടത 230 വോൾട്ട് ആയിരിക്കില്ല, അതിനേക്കാളും കുറവായിരിക്കും. കാരണം എന്താണ്? ഇത് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ സീരീസ് ആയിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൈദ്യുതി പ്രവഹിക്കുമ്പോൾ സർക്യൂട്ടിൽ അനുഭവപ്പെടുന്ന സഫല പ്രതിരോധം കണക്കാക്കുക. അതെങ്ങനെ കാണാം? R2 R3 ഈ രണ്ടും എന്താണ്? സമാന്തരമായാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആദ്യം സമാന്തര പ്രതിരോധം കണക്കാക്കുക. നമുക്ക് RP = R2 × R3 / R2 + R3 ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് ഈ ആൻസർ കണ്ടെത്താം. നമുക്ക് സമാന്തര പ്രതിരോധം 50 ഓം എന്ന് കിട്ടും. സമാന്തര പ്രതിരോധം കണ്ടതിന് ശേഷം ഇനി എന്താണ്? ഇനിയുള്ളത് R1ഉം ഈ സമാന്തര പ്രതിരോധവും എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? അത് രണ്ടും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആകെയുള്ള സഫല പ്രതിരോധം കണ്ടുപിടിക്കാം. R = R1 + RP ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് സഫല പ്രതിരോധം കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് വരുന്ന ആൻസർ 115 ഓം എന്നാണ്. ഇനി ഇതിലെ തേർഡ് ക്വസ്റ്റ്യൻ, സർക്യൂട്ടിലെ 100 ഓം പ്രതിരോധം അഥവാ R3 നീക്കം ചെയ്താൽ സർക്യൂട്ടിലെ സഫല വോൾട്ടത കുറയുമോ? വിശദമാക്കുക. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ ഒരു ക്വസ്റ്റ്യനിൽ R3യെ നീക്കം ചെയ്താൽ എന്താണ് മാറ്റമുണ്ടാവുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം എന്ത് വരും? സർക്യൂട്ടിലെ സഫല വോൾട്ടത കുറയുകയില്ല. R3 നീക്കം ചെയ്താൽ സഫല പ്രതിരോധം വർദ്ധിക്കും. എന്താണ് കാരണം? R3 നീക്കം ചെയ്യുമ്പോൾ സമാന്തര ശ്രേണി മാറിയിട്ട് അതെല്ലാം എന്താകും? പരസ്പരം സീരീസ് ശ്രേണിയായി മാറും. R1ഉം R2ഉം സീരീസ് ശ്രേണിയായിട്ട് മാറും. അങ്ങനെയെങ്കിൽ എന്താണ്? സഫല പ്രതിരോധം വർദ്ധിക്കുകയാണ് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 17. ഒരു ജനറേറ്ററിന്റെ ചിത്രം നൽകിയിട്ടുണ്ട്. അതിനുശേഷം അതിൽ XY എന്നിങ്ങനെ 2 ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ ഭാഗങ്ങൾ എന്തെല്ലാം എന്നാണ് ചോദ്യം. എന്താണ് XY വരിക? X വരുന്നത് സ്ലിപ്പ് റിങ്ങുകളാണ്. അതുപോലെ Y വരുന്നത് ബ്രഷ് ആണ്. ഇതിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ജനറേറ്റർ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഏത് തരത്തിലുള്ളതാണ്? അതിൻ്റെ ഗ്രാഫിക ചിത്രം വരയ്ക്കുക. അപ്പോൾ ഇതിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഏതാണ്? AC ആണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി. അതിൻ്റെ ഗ്രാഫിക ചിത്രമാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഇനി ഇതിലെ ക്വസ്റ്റ്യൻ നമ്പർ 3, ആർമേച്ചർ കോയിലിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുത പ്രവാഹത്തിൻ്റെ ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന നിയമം എഴുതുക. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ അഥവാ ഫ്ലെമിങ്ങിൻ്റെ വലതുകൈ നിയമം. അതാണ് നിങ്ങൾ ഇതിൽ എഴുതേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 18, ഒരു കോൺകേവ് ദർപ്പണത്തിൽ നിന്ന് 40 മില്ലിമീറ്റർ അകലെ AB എന്നൊരു വസ്തു സ്ഥിതി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രതിബിംബമാണ് AB.
ചിത്രം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ആദ്യത്തെ ചോദ്യം എന്താണ്? വസ്തുവിന്റെ ഉയരവും വസ്തുവിലേക്കുള്ള അകലവും ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി ഉപയോഗിച്ച് എഴുതുക. ഉത്തരം വരുന്നത് വസ്തുവിന്റെ ഉയരം h0 ഈക്വൽ ടു എന്ത് വരും? 15 mm പ്ലസ് 15 mm എന്ന് തന്നെ എഴുതണം. വസ്തുവിലേക്കുള്ള അകലം u ഈക്വൽ ടു -40 mm. ഇതിലെ പാർട്ട് ബി പ്രതിബിംബത്തിന്റെ ആവർത്തനം കണക്കാക്കുക. അതെങ്ങനെ കണക്കാക്കാം? പ്രതിബിംബത്തിന്റെ ഉയരം നമുക്ക് തന്നിട്ടുണ്ട് hi ഈക്വൽ ടു +75 mm. അങ്ങനെയെങ്കിൽ ആവർത്തനം കാണുവാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് പ്രതിബിംബത്തിന്റെ ഉയരം ബൈ വസ്തുവിന്റെ ഉയരം എന്ത് വരും? hi/ho. എങ്ങനെ എഴുതാം? 75/15 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ആൻസർ 5. അടുത്ത ക്വസ്റ്റ്യൻ, ദർപ്പണത്തിൽ നിന്നും പ്രതിബിംബത്തിലേക്കുള്ള അകലവും ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരവും കണക്കാക്കുക. ഇതിൻ്റെ ഉത്തരം വരുന്നത് പ്രതിബിംബ ദൂരം v ആണ് നമ്മളോട് ആദ്യം കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. ആവർത്തനത്തിൻ്റെ ഇക്വേഷൻ m ഈക്വൽ ടു -v/u ആണ്. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് വിയുടെ ആൻസർ 200 mm പ്ലസ് 200 mm എന്ന് കിട്ടും. v കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി ഫോക്കസ് ദൂരം കണക്കാക്കാൻ കഴിയും. ഫോക്കസ് ദൂരം കണക്കാക്കാനുള്ള ഇക്വേഷൻ f ഈക്വൽ ടു uv/u+v ആണ്. ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരം -50 mm ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 19. ഒരു കോൺകേവ് ലെൻസിന്റെ മുഖ്യ അക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുവിന്റെ രേഖാചിത്രം തന്നിരിക്കുന്നു. ഈ ചിത്രം പകർത്തി വരച്ച് പ്രതിബിംബ രൂപീകരണം പൂർത്തിയാക്കുക. ഇതിന്റെ ഉത്തരമാണ് നിങ്ങൾ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു കോൺകേവ് ലെൻസിൽ ലഭ്യമാവുന്ന പ്രതിബിംബം എപ്പോഴും മിഥ്യയായിരിക്കും. എന്തുകൊണ്ട്? കോൺകേവ് ലെൻസിൽ എപ്പോഴും ഉണ്ടാകുന്നത് മിഥ്യാ പ്രതിബിംബങ്ങൾ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ കാരണം എന്താണ്? ഇതിലോട്ട് പ്രവേശിക്കുന്ന പ്രകാശകിരണങ്ങളെ വ്യതിചലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ വ്യതിചലിത പ്രകാശകിരണങ്ങൾ ഒരിടത്തും യഥാർത്ഥത്തിൽ സംഗമിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ കിരണങ്ങൾ ഒരു സ്ഥലത്തും ഒരുമിച്ച് കൂട്ടുമുട്ടുന്നില്ല. പകരം ലെൻസിന് പിന്നിലുള്ള ഒരു ബിന്ദുവിൽ നിന്നാണ് ഇവ വരുന്നത്. അങ്ങനെയാണ് നമുക്ക് തോന്നുക. അതിനാൽ ഇത് മിഥ്യാ പ്രതിബിംബമാണ് ഉണ്ടാക്കുന്നത്. ഇതിലെ തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഇവിടെ ഉണ്ടാവുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ എഴുതുക. എന്തൊക്കെയാണ് സവിശേഷത? രണ്ടാമത്തെ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം മിഥ്യാ പ്രതിബിംബമായിരിക്കും ഉണ്ടായിരിക്കുക എന്നത്. അതാണ് ഇതിൽ എഴുതേണ്ട ആൻസർ. പിന്നെ എന്തായിരിക്കും? ചെറുതായിരിക്കും, അതുപോലെ നേരെയുള്ളതായിരിക്കും. ഈ 3 പോയിന്റ്സ് ആണ് ഇതിൽ ഉൾപ്പെടുത്തേണ്ടത്. ഇനി നമ്മുടെ എക്സാമിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ക്രമരഹിതവും ഭാഗികവുമായ പ്രതിപതനമാണ് വിസരണം. വിസരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? വിസരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ 2 എണ്ണമാണ്. ഒന്ന് പ്രകാശത്തിന്റെ തരംഗദൈർഘ്യം, അതുപോലെ തന്മാത്ര അല്ലെങ്കിൽ കണങ്ങളുടെ വലിപ്പം. ഇനി ഇതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അസ്തമയ സമയത്ത് സൂര്യൻ ചുവപ്പു നിറത്തിൽ കാണപ്പെടാനുള്ള കാരണമെന്ത്? സൂര്യാസ്തമയ സമയത്ത് പ്രകാശം ഭൂമിയിലെത്താൻ വായുവിലൂടെ വളരെയധികം ദൂരം യാത്ര ചെയ്യേണ്ടി വരും. ഈ സമയത്ത് തരംഗദൈർഘ്യം കുറവുള്ള നിറങ്ങൾ വ്യാപകമായി ചിതറിപ്പോകും, അല്ലെങ്കിൽ അവയ്ക്ക് വിസരണം സംഭവിക്കും. എന്നാൽ ചുവപ്പു നിറത്തിന് എന്താണ്? തരംഗദൈർഘ്യം കൂടുതലാണ്. അതിനാൽ എന്താണ്? ഈ ചുവപ്പു നിറത്തിനായിരിക്കും കുറവ് വിസരണം സംഭവിക്കുക. അതുകൊണ്ടാണ് നമുക്ക് കൂടുതലായിട്ട് ചുവപ്പ് കളർ കാണപ്പെടുന്നത്. കാരണം മറ്റു നിറങ്ങളൊക്കെ വിസരണം ചെയ്തു പോയി, എന്നാൽ ചുവപ്പ് നിറം വിസരണം ചെയ്യാണ്ട് കൂടുതലായിട്ട് അവിടെ കാണപ്പെടുന്നു. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ബഹിരാകാശ യാത്രികർക്ക് എല്ലായ്പ്പോഴും ആകാശം ഇരുണ്ടതായി കാണപ്പെടാനുള്ള കാരണമെന്ത്? എന്താണ് കാരണം? ബഹിരാകാശത്ത് വായു ഇല്ലാത്തതിനാൽ പ്രകാശ വിസരണം ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ സ്കാറ്ററിംഗ് നടക്കുന്നില്ല. അതിനാൽ ആകാശം എപ്പോഴും ഇരുണ്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഈ ആൻസർ കീയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.